ഹായ് ദേവസൂര്യ. ഹായ് സാർ. നല്ല പേരാണല്ലോ. ഞാൻ ദേവസൂര്യയുടെ പേര് കേൾക്കുമ്പോൾ കോട്ടയത്തെ ദേവലോകമാണ് ഓർത്തത്. കോട്ടയത്തല്ലേ? എവിടെയാ സ്ഥലം അപ്പോൾ? കോട്ടയം കൃത്യമായിട്ട് പറഞ്ഞാൽ അതിരമ്പുഴ. അതിരമ്പുഴയാണ്. ഏറ്റുമാനൂർ അടുത്തായിട്ട്. ഓ, പൊതുവിൽ ഇവർ പറഞ്ഞു സംസാരിക്കാൻ കുറച്ച് വിമുഖതയുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ? മൊത്തത്തിൽ അങ്ങനെയാണ്, കുഞ്ഞിലേ മുതലേ അങ്ങനെയായിരുന്നു. പക്ഷെ പാട്ട് പാടുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. പാട്ട് പാടുമ്പോൾ അധികം പാട്ട് പാടുമ്പോൾ അങ്ങനെയാണ്. സംസാരത്തിലേക്ക് വരുമ്പോൾ ഇച്ചിരി പാടാണ്. പാട്ടാണ് നമ്മുടെ മെയിൻ. പാട്ടാണ് നമ്മുടെ മെയിൻ സാറേ എന്നുള്ളതാണ്. വീട്ടിലാരൊക്കെയാ? വീട്ടിലെ അച്ഛൻ, അമ്മ, അച്ഛമ്മ. 3 പേരാണുള്ളത്. ഈ ഇവിടെ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ പറയണേ? എല്ലാവരും ഹാപ്പിയായി. മൊത്തത്തിൽ ഫാമിലി എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും വിളിച്ചറിയിച്ചു. ഉത്തരവാദിത്തം കൂടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോട്ടയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂടെ ആയിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെയാണെങ്കിൽ വേറെ കണ്ടസ്റ്റൻസ് ഇല്ലെങ്കിൽ നോക്കുന്നത് ദേവസൂര്യ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയും കൂടെ കാത്തു സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ കോട്ടയംകാരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ ഇൻട്രോവേർട്ടായിരുന്നാൽ പോയി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, ശരിയാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആവുമായിരിക്കും അല്ലേ? ഇമ്പ്രൂവ് ആവണം. എങ്ങനെയാണ് പഠിച്ചു വന്നേ? ആക്ച്വലി എനിക്ക് കുഞ്ഞിലേ അധികം താല്പര്യമില്ല എന്നല്ല, കുഞ്ഞിലെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു, കുഞ്ഞു പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പം പേരൻസ് അമ്മയാണെങ്കിലും എപ്പോഴും കൊണ്ടുകൊണ്ടിരുന്നത് മ്യൂസിക് ക്ലാസ്സിന്. അപ്പം അന്നൊരു കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ വെച്ച് 1 മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെ വിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫ്രീഡം വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരു കൃത്യം ഡെയിലി അങ്ങനെ ഒരു ഷെഡ്യൂളിൽ പോയി. അത് പക്ഷേ അങ്ങനെ കൂടി വന്നപ്പം, പ്രായം കൂടി വന്നപ്പം മൊത്തം അങ്ങനെ തന്നെ എല്ലാ തവണ അങ്ങനെ പ്രാക്ടീസിങ് ആയി. അത് കഴിഞ്ഞിട്ടാണ് കലോത്സവങ്ങളിലൊക്കെ പിന്നെയാണ് സ്വന്തമായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും പ്രാക്ടീസ് ചെയ്തു. അതുപോലെ കോമ്പറ്റീഷൻ ഐറ്റംസ് പഠിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ എങ്കിലും ഒരു സ്വന്തമായിട്ടുള്ള ഇഷ്ടം, സ്വന്തമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വന്തമായിട്ട് ആ ഒരു സാധനത്തിനെ തിരിച്ചറിയാൻ പറ്റിയപ്പം സ്വന്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ പഠിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ക്ലാസിക്കലി മൊത്തത്തിൽ നല്ലപോലെ ട്രെയിൻഡ് ആയി. കുറേ സ്ഥലങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായി. എവിടെ മുതലായിരിക്കും ഈ ഗ്രിപ്പ് കിട്ടി തുടങ്ങിയത്? നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ, എവിടെയോ വെച്ചിട്ടാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്കിഷ്ടമാണ്, നമുക്കൊരു ഹൈ കിട്ടുന്നതാണ്. സുഹൃത്തുക്കളുടെ ഇടയിൽ ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്തപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് കിട്ടിയത്. എവിടെ മുതലാണ് അങ്ങനെ ഒരു ട്രാക്ക് വരുന്നത്? ബേസിക്കലി അങ്ങനെ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസിക്കലി മെയിൻലി പ്രാക്ടീസ് ചെയ്തു. ആ ഒരു ടൈപ്പായിരുന്നു മൊത്തത്തിൽ. ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിഷ്യൻ ആ ഒരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിലിം സോങ്സ് പാടുക എന്ന് പറയുന്നത് എനിക്ക് അന്നത്തെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു മൊത്തത്തിൽ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു കോവിഡിൻ്റെ സമയം കഴിഞ്ഞപ്പോഴാണ്, വീട്ടിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഫിലിം സോങ്സ് കേൾക്കുക, അതിനെ തിരിച്ചറിയുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ടൊരു ഇഷ്ടം. അന്ന് അച്ഛനൊക്കെ പണ്ട് കുഞ്ഞിലെ പറയുമ്പോൾ പഴയ പാട്ടുകളോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പം ഇച്ചിരി കൂടെ പ്രായമായി വന്നു കഴിഞ്ഞപ്പോഴാണ്, കോവിഡിനൊക്കെ ഒരു സമയത്താണ് പഴയ പാട്ടുകളെ തിരിച്ചറിയുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. ആ സമയത്ത് നമ്മൾ ഈ നിരന്തരമായി സിനിമ കാണുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു. ഞാനും കുറേ പഴയ സിനിമകൾ കണ്ടത് ആ സമയത്താണ്. അങ്ങനെ സിനിമകൾ കണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ. പാട്ടുകൾ ഒത്തിരി കേൾക്കാൻ തുടങ്ങി, പഴയ പാട്ടുകൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഷോസിലെല്ലാം ഒരു 80s 90s പാട്ട് നമ്മൾ ഒരുപാട് വട്ടം ആവർത്തിക്കുന്ന പാട്ടുകളും, ഇപ്പോൾ രവീന്ദ്ര മാഷ് റൗണ്ടൊക്കെ എല്ലാത്തിലും ഉണ്ട്, ജോൺസൺ മാഷ് റൗണ്ടും എല്ലാം, ലെജൻസിൻ്റെ പല റൗണ്ട്സ് പോകുമ്പോഴും ഈ പാട്ടുകളൊക്കെ നമ്മൾ റീകളക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം അതിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോം ചെയ്താലേ നാട്ടുകാർ അംഗീകരിക്കുള്ളൂ. കാരണം പല ഗായകരും പെർഫോം ചെയ്യുന്നവർ കണ്ടതാണ്, അത് പാടിയിരിക്കുന്ന ലെജൻസ്, അത് അവരുടെ മനസ്സിലിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കമ്പാരിസണൊക്കെ വരുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ്. എങ്ങനെ മറികടക്കും? മൊത്തത്തിൽ അങ്ങനെ പാട്ട് കേൾക്കുകയാണ്, പാടുന്നതിലും കൂടുതൽ കേൾക്കുകയാണ് പതിവ്. അപ്പം ഉറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ പാട്ട് കേട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. മൊത്തം സ്കൂളിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പാട്ടിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യാറ്. പാടാൻ ഒത്തിരി ക്ഷീണം കാണും, അതുകൊണ്ട് തൊണ്ടകത്തേക്കും സമ്മതിക്കാറില്ല അധികം. പക്ഷേ ഒത്തിരി കേൾക്കും, ഒത്തിരി പാട്ടുകൾ കേൾക്കും, കുറേ കേൾക്കും. ശരിക്കുള്ള ലിസണിങ് ആണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടുന്നത്. ശരിയാണ്, അതായിരിക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഗ്രൂമേഴ്സിന് എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നോ കൈകാര്യം ചെയ്യാൻ? എന്നുവെച്ചാൽ ഗ്രൂമേഴ്സ് ആക്ച്വലി നോക്കിയത് അവർ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് നോക്കിയത്. അപ്പം ഞാൻ കുറച്ച് മിസ് ചെയ്ത സാധനങ്ങൾ അവർ നല്ലപോലെ നോക്കി. ഞാൻ അത്രയും ഡീറ്റെയിലിംഗ് അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണിത്. സോ അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് നോക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പാട്ടിൽ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതവർ നല്ലപോലെ പറഞ്ഞു തന്നു. ഈ സൈലന്റ് ആയിരിക്കുന്ന പ്രകൃതം വീട്ടിലും അങ്ങനെയാണ്? അച്ഛനും അടുത്തൊന്നും വഴക്കൊന്നും ഉണ്ടാക്കൂല? വഴക്കൊക്കെ ഉണ്ടാക്കും, അച്ഛനമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൈലൻസ് ഒന്നും നോക്കൂല, കുറച്ച് വയലന്റ് ആവും.
കുറച്ച് വയലൻ്റ് ആവുന്ന വെച്ചാൽ എനിക്ക് ചില ഒരു സോർട്ട് ഓഫ് കാര്യങ്ങൾ ഇഷ്ടമല്ല, അപ്പം അതിൻ്റേതായ ഒരു മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാ കാര്യത്തിലൊന്നും ഇഷ്ടമില്ല. ദേഷ്യം കാണിക്കുക എങ്കിലും വഴങ്ങോ? എങ്ങനെയാണ് ദേഷ്യം കാണിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ദേഷ്യം കാണിക്കുമോ? അത് കാണിക്കുക, അത് പെട്ടെന്ന് പോകും, അങ്ങനെയാണ്. മാറും പക്ഷെ അപ്പം തന്നെ അതിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കുക, അങ്ങനെ മാറ്റി വെക്കുക, അത്രയ്ക്കേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അമ്മയുടെ ആണോ അച്ഛൻ്റെ അടുത്താണ്? രണ്ടുപേരുടെ അടുത്തുണ്ട്. അവരെന്താ അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക? അവരും അതുപോലെ തന്നെയാണ്. ആ ഒരു സമയം അവരും പറയും, എന്തെങ്കിലും പറയും, അത് ഇച്ചിരി കഴിയുമ്പോൾ അത് പോകും. അവർ തിരിച്ച് വഴക്കിനൊന്നും വരില്ല ആ സമയത്ത്? അല്ല, അവരുടേതായ കുറച്ച് ഇത് പറയും, ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങളും പറയും, അങ്ങനെ ക്ലാഷ് ആയി പോകും. പക്ഷേ ഒടുവിൽ എല്ലാം മാനേജ്ഡ് ആവും. ഒടുവിലെല്ലാം അത് ഓക്കെ ആവും, മൊത്തം ഓക്കെ ആവും. ഇപ്പോൾ പാട്ട് പാടുന്ന കാര്യത്തിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് തന്നിട്ടുണ്ടാവുമല്ലോ? അച്ഛൻ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പാട്ടിനായിട്ട് അധികം ബന്ധമില്ല. അച്ഛനാണ് എൻ്റെ വീട്ടിൽ പാടുന്ന ഒരാൾ. അച്ഛൻ നന്നായിട്ട് പാടും. പിന്നെ പഠിച്ചിട്ടുണ്ടോ പാട്ട്? അച്ഛൻ പാട്ട് പഠിച്ചിട്ടില്ല. ആക്ച്വലി അച്ഛന് കുറച്ച് തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ബേസ് നോട്ട്സ് അത്ര കൃത്യമായിട്ട് കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ത്രോട്ടിന്. അതുകൊണ്ട് തന്നെ പിന്നെ സിറ്റുവേഷനൊക്കെ ആയാലും പാട്ട് പഠിക്കാനുള്ള ഒരു ഇതിൽ വന്നില്ല. പക്ഷെ അങ്ങനെ ഒത്തിരി കേൾക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റേതായ ഒത്തിരി കഴിവുള്ള അച്ഛനുണ്ട്. ഒത്തിരി പഴയ പാട്ടുകൾ അച്ഛൻ അറിയാം. അങ്ങനത്തെ പാട്ടുകളെല്ലാം അറിയാം, ഒരുമാതിരിപ്പെട്ട എല്ലാ പാട്ടും അറിയാം. ആ ഒരു ഇതുകൊണ്ട് അത് അച്ഛൻ ഒത്തിരി ഇപ്പം ഇവിടെ സെലക്ട് ചെയ്യാനാണെങ്കിലും പാട്ടുകൾ പറയുമ്പോൾ അച്ഛൻ ഒത്തിരി പാട്ട് സെലക്ട് ചെയ്യും. എൻ്റെ ഒത്തിരി സജഷൻ കിട്ടും, ഒത്തിരി പാട്ടുകൾ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഒരു അഡ്വൈസ്? എന്താണ് ഇവിടെ വന്നപ്പം അച്ഛനും എന്നോട് പറഞ്ഞു, നമ്മൾ ഒറിജിനൽ ട്രാക്ക് കേട്ട പോലെ തന്നെ മാക്സിമം പാടാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ എല്ലാവരും നോക്കുന്നത്. അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് അച്ഛൻ പറഞ്ഞതാണ്, അതാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇംപ്രൊവൈസേഷൻ വേണ്ട ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇംപ്രൊവൈസ് ചെയ്യാം. അത് അങ്ങനെയുള്ള റൗണ്ട്സ് വരും, അന്നേരം ഇംപ്രൊവൈസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ പറഞ്ഞു. പിന്നെ ലിറിക്സും നമ്മുടെ പ്രൊനൗൺസിയേഷനും അതെല്ലാം നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പക്ക കോപ്പി കാണിക്കണം അല്ലേ? എന്തായാലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, അതും ഒരു വഴിയാണ്. അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയുക. അപ്പം എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ ഇങ്ങനെ ഇൻട്രോവേർട്ടൊന്നും അല്ല എന്ന് തോന്നുന്നു. പെർഫോമൻസ് ലൈക്ക് സിംഗിങ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഓക്കെയാണ്. ബാക്കി അങ്ങനെ അധികം സംസാരമില്ല മൊത്തത്തിൽ. അത് അറിഞ്ഞൂടെ എങ്ങനെയാണ്, കുഞ്ഞിലെ പോലെ അങ്ങനെ ആയിരുന്നു. എനിക്ക് കുറേയൊക്കെ മാറും. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഷോ ആണല്ലോ, അപ്പോൾ ഷോ കളർഫുൾ ആവട്ടെ. ഇപ്പം ആക്ച്വലി ഒത്തിരി മാറി. ഞാൻ പണ്ടൊന്നും ഇങ്ങനെയല്ല, പാടുക, സ്റ്റേജിൽ കയറുക, പാടുക, അതുപോലെ ഇറങ്ങി പോരുക, അത്ര ഉള്ളായിരുന്നു. അപ്പോൾ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു.